വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഹരിപഞ്ചരാത്ര വ്രതത്തെക്കുറിച്ചാണ്. ഹരിപ്രീതിക്ക് ഉത്തമ വ്രതമാണ് ഹരിപഞ്ചരാത്ര വ്രതം. ഈ വ്രതത്തെപ്പറ്റി നാരദ പുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. 5 നാൾ നീണ്ടു നിൽക്കുന്ന വ്രതമാണിത്. അതുകൊണ്ടാണ് ഇതിന് പഞ്ചരാത്ര വ്രതം എന്ന് പേര് സിദ്ധിച്ചത്. ഈ വ്രതം മാർഗശീർഷ മാസത്തിലെ അഥവാ ധനുമാസത്തിലെ ശുക്ലപക്ഷ ദശമിയിൽ പ്രാതകർമ്മശേഷം ദേവപൂജ നടത്തി പഞ്ചയജ്ഞം അനുഷ്ഠിക്കണം. യമനിയമാദികൾ പാലിക്കണം. ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. ഏകാദശി നാളിൽ നിത്യകർമ്മങ്ങൾക്കു ശേഷം ഹരിക്ക് അർച്ചന, പഞ്ചാമൃതാഭിഷേകം എന്നിവ നടത്തി ഗന്ധ ധൂപദീപാദികളാൽ പൂജിച്ച് നിവേദ്യം സമർപ്പിക്കണം. താംബൂല നിവേദ്യവും വേണം. പ്രദക്ഷിണവും വയ്ക്കണം. സർവസിദ്ധി പ്രദാനം ചെയ്യണമെന്ന് അപേക്ഷിച്ച് നമസ്കരിക്കണം. ഏകാദശി ദിവസം ഉപവാസമാചരിക്കണം. ഏകദി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പൗർണമി ഈ 5 ദിവസം പഞ്ചാമൃതാദി അഭിഷേകം മുതൽ തലേനാളത്തെ പോലെ അനുഷ്ഠിക്കണം. അതാത് ആ 5 ദിവസം പൂജ, അർച്ചന, ധൂപദീപാദികളോടെ ഗന്ധപുഷ്പങ്ങളാൽ അർച്ചനയും നിവേദ്യവും നടത്തണം. പ്രദക്ഷിണം, നമസ്കാരം എല്ലാം നടത്തണം. തിലകദാനം, തിലകഹോമം നടത്താവുന്നതാണ്. 6-ാം ദിവസം നിത്യകർമ്മങ്ങൾക്കു ശേഷം പഞ്ചഗവ്യം സേവിക്കണം. യജ്ഞം, ദാനം, ബ്രാഹ്മണ ഭോജനം എന്നിവ നടത്തണം. ഈ വ്രതം ത്രിലോകങ്ങളിലും പ്രസിദ്ധമാണ്. ഇത് പരമ ദുർബലമായിട്ട് ആചരിക്കുന്നുള്ളൂ. ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു. പുരുഷാർത്ഥ പ്രാപ്തി ലഭിക്കുന്നു അഥവാ മോക്ഷം ലഭിക്കുന്നു. ഈ വ്രതം അഭിഷ്ടസിദ്ധി പ്രദാനം ചെയ്യുന്നു. അനുഷ്ഠിക്കാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും പരമാവധി കഴിയുമെങ്കിൽ അനുഷ്ഠിക്കുന്നത് വളരെയേറെ ഫലപ്രദമാണ്. മോക്ഷം ലഭിക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.